ചങ്ങായെ, എനിക്ക് ഞാളെല്ലാം ഒഴിവാക്കി പോവാൻ തോന്നുന്നു. ഇനി എന്തിനാണോ പോകുന്നത്? കുറെ കാലമായില്ലേ ഇനി പോവാൻ വരുവല്ലോ ചെയ്ത്. ഇനി കുറച്ച് ഞാളോടെ നിൽക്കടോ. എടാ ഷവി പറഞ്ഞ പോലെ എനിക്ക് ഒന്നും ഇവിടെ നിന്നൂടെ. ഞാൻ എത്ര കാലം നമ്മള് കമ്പനിക്കാരായിട്ട് നിക്കുന്നില്ല. ഇവിടെ നിക്കിഞ്ഞി നീ പോണ്ട. ആ ശരി, എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങുന്നല്ല ഇനി. അപ്പൊ നമുക്ക് അതുപോലെ ചെയ്തുകൂടെ? നാട്ടിൽ തന്നെ ഒരു പരിപാടി എനിക്ക് കണ്ടൂടെ? ഇനി പോകുന്നൊരു വിഷമം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ നിൽക്കാൻ പറ്റുമോ ഇല്ലോന്ന്. എടോ ശരി, ഇനി ഇവരെല്ലാം പറഞ്ഞതിൻ്റെ തൊട്ട് ഇനി എന്തിനാ ഇതാക്കിയിട്ട് ഇവിടുന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നാട്ടിൽ തന്നെ ഒരുപാട് ജോബുകളും കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഏതെങ്കിലും ഒന്ന് നിന്നിട്ട് ഇവിടുന്ന് നിന്നാ പോരെ. എനിക്ക് ഇനി എന്തിനാ അങ്ങെല്ലാം പോകുന്നു? പണിയില്ലേ? എല്ലാരും പറഞ്ഞത് ശരി, എനിക്കൊന്ന് പോവാണ്ടൊന്നും വിടണം. ശരിയാ, ഇവരെല്ലാം പറയുന്ന കാര്യം തന്നെയാണ്. ഇനി നാളെ മുതൽ എൻ്റെ കൂടെ ഒരു പണി ഇഷ്ടം പോലെ ഇവിടെ തന്നെ ഉണ്ട്. ഒരു കുടുംബം പോയിട്ടുള്ള വരുമാനം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. എടോ, നിങ്ങളെല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പോകാൻ തീരെ കൈയല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പോക്ക് ക്യാൻസലാക്കുന്നു. ഹലോ. ഞാനിതാ ഫ്രണ്ട്സുമാരോടെ ഉണ്ട്. നിങ്ങളിന്ന് കറണ്ട് ബില്ല് അടച്ചനാ? കറണ്ട് ബില്ല് നമുക്ക് എടുക്കാലോ. കുറിന്റെയോ? കുറിന്റെ ആവശ്യം നമുക്ക് വന്നിട്ട് കൊടുത്താ പോരാ. നിങ്ങളിങ്ങനെ അതൊന്നും ഇതൊന്നും നോക്കണ്ട നടന്നോ? ഓണായി പോയി. എടോ, നിങ്ങളെല്ലാരും കേട്ടിക്കില്ലേ? എന്റെ വിധി ഇതാ. എങ്ങനെ നയിച്ച് എങ്ങനെങ്കിലും ഉണ്ടാക്കുക. നിങ്ങളോട്ട് എനിക്ക് ആവൂല. ഞാൻ എങ്ങനെങ്കിലും പോന്ന. എന്റെ തീരുമാനം ഞാൻ മാറ്റി. എങ്ങനെയെങ്കിലും പോയി കളയാ.